അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമ്മൈനീന 30 ഡേയ്സ് മെന്റൽ പീസ് ചാലഞ്ചിന്റെ 27ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മനസ്സമാധാനം കളയുന്ന മറ്റൊരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. ബന്ധങ്ങളിൽ അതിരുവരമ്പുകളില്ലാത്ത അവസ്ഥ അഥവാ നോ ഹെൽത്തി ബൗണ്ടറീസ്. കുടുംബത്തിലോ ജോലിസ്ഥലത്തോ സുഹൃത്തുക്കൾക്കിടയിലോ ചില ആളുകൾ നമ്മുടെ സ്വകാര്യതയിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും അനാവശ്യമായി ഇടപെടാറുണ്ട്. നമ്മളെ മാനസികമായി ചൂഷണം ചെയ്യാനും വേദനിപ്പിക്കാനും നമ്മൾ അവരെ അനുവദിക്കുന്നു. ബന്ധങ്ങളെ പേടിച്ച് നമ്മളെല്ലാം സഹിക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് തകരുന്നത്. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, മറ്റുള്ളവരോട് സ്നേഹമുണ്ടാക്കുക എന്നാൽ സ്വന്തം ആത്മാവിനെ ബലി നൽകുക എന്നല്ല അർത്ഥം. ബന്ധങ്ങളിൽ കൃത്യമായി അതിരുവരമ്പുകൾ വെക്കുന്നത് നിങ്ങളുടെ സമാധാനത്തിന് അത്യാവശ്യമാണ്. അത് എങ്ങനെ മാന്യമായ രീതിയിൽ ചെയ്യാമെന്ന് 5 പ്രായോഗിക വഴികളിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി അതിർവരമ്പുകളുടെ സൈക്കോളജിയും ഇസ്ലാമും. സൈക്കോളജി അനുസരിച്ച് ഹെൽത്തി ബൗണ്ടറീസ് ഉള്ളവർക്ക് മാത്രമേ സ്വന്തം മാനസികാരോഗ്യം അഥവാ മെന്റൽ ഹെൽത്ത് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് നമ്മളോട് എവിടെ വരെ ഇടപെടാം എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇസ്ലാം ബന്ധങ്ങളെ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്. ഇതിന് സിറത്തുർ റഹീം എന്ന് പറയും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാനും അതിർവരമ്പുകൾ പാലിക്കാനും പഠിപ്പിക്കുന്നു. ഖുർആൻ നമ്മോട് മറ്റുള്ളവരുടെ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കാൻ വ്യക്തമായി കൽപ്പിക്കുന്ന ഒരായത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റു വീടുകളിൽ നിങ്ങൾ അനുവാദം ചോദിക്കുകയും അവിടെ ഉള്ളവർക്ക് സലാം പറയുകയും ചെയ്യുന്നതുവരെ പ്രവേശിക്കരുത് എന്നുള്ളത്. ഇത് വ്യക്തിപരമായിട്ടുള്ള അതിർവരമ്പുകളെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഹെൽത്തി ബൗണ്ടറീസ് വെക്കാനുള്ള 5 വഴികൾ. അതിലൊന്നാമത്തേത്, നിങ്ങളുടെ പരിധികൾ വ്യക്തമാക്കുക. നോ യുവർ ലിമിറ്റ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയുക. മറ്റുള്ളവരുടെ ഏത് പെരുമാറ്റമാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്ന് ആദ്യം തിരിച്ചറിയുക. അവർ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, ഇതിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് മാന്യമായി പറയുക. ഇതിന് അസേർട്ടീവ്നെസ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഒഴിവ് സമയത്തെ ബഹുമാനിക്കുക. എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്തോ അതല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമുള്ള സമയത്തോ അനാവശ്യമായി ഫോൺ കോളുകളോ സന്ദേശങ്ങളോ വന്ന് നിങ്ങളുടെ സമാധാനം കളയാൻ അനുവദിക്കരുത്. ആ സമയങ്ങളിൽ ഫോൺ മാറ്റിവെക്കുക. എപ്പോഴും എല്ലാവർക്കും വേണ്ടി അവൈലബിൾ ആകുന്നത് നിങ്ങളുടെ വില കുറയ്ക്കും. ഇനി മൂന്നാമത്തെ കാര്യം, കുടുംബ ബന്ധങ്ങൾ തകരാതെ അതിർവരമ്പുകൾ വെക്കുക. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരിധികൾ വെക്കുക എന്നുള്ളത്. അതായത് മാതാപിതാക്കളോടും പങ്കാളിയോടും അതിർവരമ്പുകൾ വെക്കുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കണം. ദേഷ്യത്തോടെയോ അഹങ്കാരത്തോടെയോ ആകരുത്. വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അത് വളരെ ശാന്തമായി ബഹുമാനത്തോടെ, അറബിയിൽ അദബ് എന്നുള്ള വാക്ക്, അത് അവരെ ധരിപ്പിക്കുക. നാലാമത്തെ കാര്യം, അനാവശ്യ കടപ്പാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നിങ്ങളുടെ സമാധാനം കളയുന്ന കാര്യങ്ങളോട് നോ പറയുക. ചില ആളുകൾ നമ്മളെ വശത്താക്കാൻ വേണ്ടി അനാവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും പിന്നീട് അത് പറഞ്ഞ് നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. അള്ളാഹുവിനോട് മാത്രം കടപ്പാടുള്ളവരായി ജീവിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, ഗോസിപ്പുകളോട് അതിർവരമ്പുകൾ വെക്കുക. ബാക്ക് ബൈറ്റിംഗ് എന്ന് പറയും. പരദൂഷണം പറയുന്ന സദസ്സുകളിൽ നിന്ന് മാറി നിൽക്കുക. ആളുകൾ വന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുമ്പോൾ അവിടെ കൃത്യമായി അതിരുവെക്കുക. നമുക്ക് മറ്റു നല്ല കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് ആ വിഷയം മാറ്റുക. ഖുർആൻ പരദൂഷണത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധിയെ കളയും. ഇതിലൂടെ ഇന്നത്തെ നിങ്ങളുടെ തുമ്മൈനീന ചാലഞ്ച് ഇതാണ്: നിങ്ങൾ എപ്പോഴും മാനസികമായി തളർത്തുന്ന, നിങ്ങളുടെ സമയം വെറുതെ കളയുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുക. ഇന്നു മുതൽ ആ വ്യക്തിയോട് സംസാരിക്കുന്നതിലും ഇടപെടുന്നതിലും കൃത്യമായി ഒരു ദൂരം പാലിക്കുക. നിങ്ങളുടെ സമാധാനത്തിന് മുൻഗണന നൽകുക. അവസാനമായി പറയാനുള്ളത്,
പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം മനസ്സിനെ കാത്തു സൂക്ഷിക്കാനും നമ്മൾ പഠിക്കണം. അതിർവരമ്പുകൾ വെക്കുന്നത് സ്വാർത്ഥതയല്ല, അത് ആത്മരക്ഷയാണ്. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിന് മനോഹരമായ അതിരുകൾ തീർക്കുകയാണ്. നാളെ തുമൈനീന സീരീസിന്റെ 28ാമത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.